നമസ്കാരം, അഭിജിത്താണ് ഞാൻ. ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ പാറോപ്പടിയാണുള്ളത്. ഇവിടെ നമ്മൾ മുമ്പേ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ലൂമിനസ് ഉപയോഗിച്ച് 5 കിലോവാട്ട് ഓൺ ഗ്രിഡാണ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് പെട്രോൾ പമ്പാണ്. IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന സൗപർണിക പെട്രോളിയം, പാറോപ്പടി, കോഴിക്കോട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തെല്ലാമാണ് മെഷീനിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വാട്ട്സ് പാനലാണ്, എത്ര കിലോ വാട്ട് മെഷീനാണ് വെച്ചിരിക്കുന്നത്, എല്ലാം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റും. പാനലിൽ ഒരു റൂഫിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ പമ്പുകളെയും പോലെ ജസ്റ്റ് കയറാനുള്ളൊരു സൗകര്യമാണ് നോക്കുന്നത് ആദ്യം. ഇതാണ് ഒരു ഓവർവ്യൂ. പാനൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർവ്യൂ ആണ്. നമുക്കിനി അടുത്ത് പോയിട്ട് ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. എർത്തിങ്ങാണ് കാണുന്നത്. ബാക്കി പാനലിൻ്റെ മാർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് കാണുന്നത്. ലൂമിനസ് തന്നെയാണ് പാനൽ വരുന്നത്. 250 വാട്ടിൻ്റെ പാനലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് പാനലാണ്. പാനൽ ഏകദേശം 250 വാട്ടിൻ്റെ 4 പാനൽ, 20 പാനൽ, 250 × 20 നമ്പേഴ്സാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ 5000 വാട്ട്സ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ മെഷീനും പിന്നെ മെഷീൻ ലൂമിനസിൻ്റെയാണ്, അതേപോലെ അതിലേക്ക് വരുന്ന പാനലും ലൂമിനസിൻ്റെയാണ്. അങ്ങനെയാണ് നമ്മൾ 5 കിലോ വാട്ട് മെഷീൻ ചെയ്തിരിക്കുന്നത്. പെർ ഡേ ഏകദേശം 20 യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് ഓൺ ഗ്രിഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇവർക്ക് 16,000 രൂപയോളം കറണ്ട് ബില്ല് വന്നിരുന്നു, നൈറ്റ് യൂസേജ് ഇല്ലാതെ. ഇപ്പോൾ അവർക്ക് എക്സിസ്റ്റിംഗ് കറണ്ട് ബില്ല് വന്നിരിക്കുന്നത് ഏകദേശം 6 മുതൽ 9 രൂപ വരെയാണ് അവർക്ക് വരുന്നത്. പുതിയ ഈ ലോക്ക്ഡൗൺ കാലത്ത് വന്നിരിക്കുന്ന കറണ്ട് ബില്ല് 6,000 രൂപ വരെയാണ് നമുക്ക് കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ പെർ ഡേ നമുക്ക് ഏകദേശം 20 യൂണിറ്റോളം നമുക്ക് KSB കൊടുത്തിട്ട് ആണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇത് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തിന് മേളിലായിട്ടുണ്ട്. പിന്നെ വാറണ്ടിയും കാര്യങ്ങളെല്ലാം ലൂമിനസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, മെഷീനും പാനൽസും എല്ലാം ഒരേ ബ്രാൻഡ് ആകുമ്പോൾ എന്തു തന്നെയായാലും സർവീസിന് വരുന്നത് ഒരു കമ്പനിയുടെ ആൾ തന്നെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു വാറണ്ടി ക്ലിയറിങ്സിന് എല്ലാം ഒരു ഈസി ആവും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് കാണാൻ പറ്റും പുറകിൽ. ഇന്ന് ക്ലൈമറ്റ് മഴയാണ്. അപ്പോൾ വൈകിട്ടായാലും കുറച്ച് ഡൗണാണ് ക്ലൈമറ്റെല്ലാം. ഇനി നമുക്കിതിൻ്റെ പ്രൊഡക്ഷനും ബാക്കി കാര്യങ്ങൾ എത്രയെല്ലാം ആണെന്നുള്ളത് താഴെ പോയിട്ട് നോക്കാം. ഇതെല്ലാമാണ് മെഷീൻസ്. ACDB ആണ് കാണുന്നത്. അതുപോലെ DCDB വരുന്നുണ്ട്, സെയിൻറ്റ് ജോർജ് സ്വിച്ചുകൾ വരുന്നുണ്ട്, മീറ്റർ ബോക്സ് ആണിത്. ഇപ്പോഴും ജനറേഷൻ ഏകദേശം 500 വാട്ട്സ് ഈ ക്ലൈമറ്റിലുണ്ട്. മുകളിൽ ഡസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്. എന്നാലും 500 വാട്ട് ആവറേജ് പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ സൈറ്റ് കണ്ടു. അവിടെ വെച്ചിരിക്കുന്ന പാനൽസ്, ഇൻവെർട്ടേഴ്സ്, അതിൻ്റെ വർക്കിംഗ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇന്ന് കുറച്ച് ക്ലൗഡി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 18 യൂണിറ്റ് മാത്രമേ ഇന്ന് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. ക്ലൈമറ്റ് ക്ലൗഡി ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതേപോലെയുള്ള അടുത്ത ഒരു വീഡിയോയുമായിട്ട് HP പമ്പ് ഉണ്ട്, ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇതിലേക്ക് എനിക്ക് വേറെ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് സപ്പോസ് ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങളൊരു ഇതേപോലെ ഒരു പ്രൊജക്റ്റ് ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ഐദർ വാട്സപ്പ്, ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി വിത്ത് കോൺടാക്ട് നമ്പർ അടക്കം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അതിനുവേണ്ട എല്ലാ പരിപൂർണമായ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതാണ്. അങ്ങനെ നമ്മൾ മെഷീൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാൻ കഴിഞ്ഞു. പാനൽ വെച്ച സ്ഥലങ്ങൾ, അതിൻ്റെ ACDB, DCDB തുടങ്ങിയവ. അതിനുശേഷം നമ്മൾ റൂഫിൻ്റെ മുകളിലാണ് സോളാർ പാനൽ ചെയ്തിരിക്കുന്നത്. അത് മുകളിൽ കയറി നമ്മൾ 250 വാട്ടിൻ്റെ 20 പാനൽ വെച്ചിട്ടാണ് മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് 1 കിലോ വാട്ടിൽ 4 യൂണിറ്റ് എന്ന രീതിയിൽ 5 കിലോ വാട്ടിൽ 20 യൂണിറ്റ് നമ്മൾ KSEB കൊടുത്തിട്ട് കറണ്ട് ബില്ല് കുറയ്ക്കുന്ന രീതിയിൽ ആ മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള എൻ്റെ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.